ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു 2025 എല്ലാവർക്കും ആകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവർക്കും സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ഞാൻ ഈ വീഡിയോ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നിങ്ങളോടൊന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് ഇപ്പോൾ സന്ധ്യയായി. എനിക്ക് കൊറിയറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു. ഇപ്പം സിറ്റ് ഔട്ടിൽ ചെടിയെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുവാണ്. അത് കാരണം അത് എത്രമാത്രം നിങ്ങളിലേക്ക് ആ പ്ലാന്റ് എത്തുന്നു എന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഭംഗി കേട്ടോ. പകലാണെങ്കിലും അതിൻ്റെ കറക്റ്റ് കളറൊക്കെ നിങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ റെഡ് വെറൈറ്റി ഉണ്ടല്ലോ, ഇത് മദർ പ്ലാന്റ്സ് ആണേ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളതല്ലേ. ഇത് ഒരു 5-6 പ്ലാന്റ് എൻ്റെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ 6 ഇരിപ്പുണ്ട് കേട്ടോ. ഇത് 750 രൂപയ്ക്ക് ഈ പ്ലാന്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. 5-6 പ്ലാന്റ് ഇരിപ്പുണ്ട് കേട്ടോ. വലിയ മദർ പ്ലാന്റ് ആണേ. പിന്നെ ഇത് 24 ക്യാരറ്റിൻ്റെ ഒരു വലിയ സംശയം ഒരാൾ എന്നോട് ചോദിച്ചു. അതിനാണ് ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ നിരത്തി വെച്ചേ. നമുക്ക് 24 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെയിലിന് കിട്ടുന്നത് ഡീ പ്ലാന്റ് 24 ഇങ്ങനത്തെ ആണല്ലോ. ഇതിൻ്റെ ഒരൽച്ചൂടെ കളർ കയറിയിട്ടുള്ളതാണ്. നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെ തന്നെ, ഞാൻ വിറ്റതും അങ്ങനത്തെ തന്നെ. പക്ഷേ ഒറിജിനൽ 24 ക്യാരറ്റ് ഇതാണ് കണ്ടോ. ഇപ്പം രാത്രി ആയതുകൊണ്ട് എനിക്ക് കളർ കൃത്യം അറിയുന്നോന്നറിയില്ല. സമയം ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഈ നടുക്കിരിക്കുന്ന സംഭവമുണ്ടോ, ഇത് 9 ക്യാരറ്റാണ്. ഈ 24-നെയാണ് ചിലർ 9 ക്യാരറ്റ് എന്നും പറയും, 24 എന്നും പറയുന്നത്. ഒറിജിനൽ 9 ക്യാരറ്റ് ഇതാണ് കേട്ടോ. ഇത് സെയിലിനല്ല. ഇത് രണ്ടും സെയിലിനുള്ള പ്ലാന്റ്സ് അല്ല. നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി വെച്ചതാണ്. എന്നിട്ട് ഇതിൽ നോക്കിയിട്ടുള്ള നോട്ടം കണ്ണെടുത്ത് അകത്തിട്ടു. ഓക്കെ, അടുത്തേക്ക് പോവാം. അയ്യോ, ഇത് ബ്ലാക്ക് ക്യാരറ്റ് നമ്മുടെ ഉണ്ട് കേട്ടോ. ഇത് സെയിലിനുള്ളതാണേ. അത് സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ്. ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള റെയറായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് എന്താണ്, മിസ് തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കേട്ടോ. റെയർ കളക്ഷൻ ഉള്ള ആൾക്കാരിൽ സ്ഥിരം കാണുന്ന ഒരു പ്ലാന്റാണത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ റെഡ് വെറൈറ്റിയുടെ പറഞ്ഞത്. ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം 1-2 പ്ലാന്റ്സ് നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണേൽ പറയണം. പിന്നെ ഓറഞ്ച് സ്റ്റാർഡസ്റ്റ്, ഇതിൻ്റെ ഒരു 3 പ്ലാന്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് വെച്ചിരുന്ന ഒരു അടീനിയത്തിൻ്റെ പൂവ് കണ്ടോ. ഈ കളറ് നല്ല ഡാർക്ക് വയലറ്റ് ആയിരുന്നു. പോട്ടെ. പിന്നെ ഒരു പനാമയുടെ ഒരെണ്ണമുണ്ട് കേട്ടോ. അത് 2 ഷൂട്ടൊക്കെ വന്നിട്ടുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം. ഒരു ഫുൾ പോട്ടാണേ. പനാമയുണ്ട്. ഗ്രീൻ ക്രിസ്റ്റലിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ സെയിലിനാണേ. ഒരെണ്ണയുള്ള. ഇത് എമറാൾഡ്, പിങ്ക് എമറാൾഡിൻ്റെ ആണ്. ഇത് ഇന്ത്യാനക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് കേട്ടോ. ആവശ്യമുള്ളവർ പറയുക. ഇത് നമുക്ക് കുങ്കും. ഇത് റെഡ് വൈൻ. ഇത് വൈറ്റ് ലെഗസി കേട്ടോ. ഇത് പ്ലാന്റ് വളരെ ചെറുതാണ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ഈ ലെഗസിയുടെ തന്നെ ഗ്രീൻ ലെഗസി ഉണ്ടാവും കേട്ടോ. പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടോ, ഇത്രയേ ഉള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് വളരും. നല്ല പ്ലാന്റ് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ അഗ്ലോണിമ വളർത്തുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നൊരു ചെടി ഏതാ, സോംബാറ്റ്. അതാണ്. അത് നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3 പ്ലാന്റ് നമ്മുടെ സെയിലിന് ഇപ്പോൾ ഉണ്ട്. ആർക്കെങ്കിലും വേണേൽ പറയാം. ഇതിന് ബേബി പ്ലാന്റ് വന്നു. പണ്ട് ഞാനൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചില്ലേ, അതാട്ടോ. ഇതിൻ്റെ പോട്ടി മിക്സ് കണ്ടല്ലോ, വെള്ളമൊന്നുമില്ലേ. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഒരുപാട് പേര് ചീഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് ഇതുപോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ്. പിന്നെ വെർമിക്കുലേറ്റാണ് എങ്ങനെ എന്ന് ചോദിച്ചു. അതെങ്ങനെ ഇരിക്കണ്ട. ഇതാണ് വെർമിക്കുലേറ്റ്. ഇത് തരിതരി പോലെ നല്ല നമ്മുടെ പണ്ടത്തെ ഡ്രസ്സിലൊക്കെ സീക്വൻസ് പിടിക്കില്ലേ, അതുപോലെ ഇരിക്കും കണ്ടാതെ കേട്ടോ. പൊടിയായിട്ടിരിക്കുന്ന സാധനം തിളക്കം പോലെ ഇടും. നമ്മൾ മണ്ണിലിടുമ്പോൾ ഒരു തിളക്കം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് 10 വർത്താനം പറയാമേ. നമുക്ക് 2024 ഒരുപാട് നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇതിനൊക്കെ നമുക്ക് തരണം ചെയ്യാൻ
നമുക്ക് പലർക്കും പല രീതിയിലാണ് അത് ഫേസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ കണ്ട് ദുരന്തമുഖത്ത് നമ്മൾ കണ്ടതാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ ദയനീയ അവസ്ഥയിൽ അവർ മരിച്ച് ആ മൺകൂനയിൽ ഇന്ന് തടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന കാഴ്ചയൊക്കെ അല്ലേ? അതൊക്കെ നമ്മൾ പത്രം വായിക്കുമ്പോൾ അല്ലെ ആ ഒരു ന്യൂസ് കാണുമ്പോൾ ദൈവമേ എങ്ങനെ ആ മനുഷ്യൻ അതിനെ ഫേസ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? പക്ഷേ അത് നമ്മൾ ആ ഒരു നിമിഷം നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അടുത്ത നിമിഷം നമ്മളത് മറക്കും, നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കും അല്ലേ? പക്ഷെങ്കിൽ അത് അനുഭവിച്ച ആ മനുഷ്യന് അത് മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കില്ല. അതുപോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് 24 വന്നാലെന്ത്, 25 വന്നാലെന്ത്, 30 വന്നാലെന്ത്, അവർക്കെല്ലാം സെയിം എഫക്റ്റാണ് അല്ലേ? നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് അവരെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുക. ആർക്കും പകരം വെക്കാൻ നമുക്ക് ആവില്ല. ഒന്നിനും പകരം ഈ ലോകത്തില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഒന്നൊന്നിന് പകരം വെക്കാനില്ല അല്ലേ? അപ്പം നമുക്ക് പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, എല്ലാം താങ്ങാനും അതിനെ ചെയ്യാനും അവർക്ക് മനസ്സിന് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ചിലപ്പം ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ നമുക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നേ എന്ന് ചിന്തിക്കും. വെറുതെ. ഈ ലോകത്ത് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉള്ളതായിട്ട് ഒരാളുടെ പേര് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരാളുടെ പേര്? അങ്ങനെ ഒരാളില്ല. മേളിലിരിക്കുന്ന തമ്പുരാന് പോലും കാണും പ്രശ്നങ്ങൾ. പുള്ളിക്കിപ്പോൾ എന്തെങ്കിലും ഒരു തിരക്കുണ്ടെങ്കിൽ ചിലപ്പം പുള്ളിക്കും ടെൻഷൻ കാണും. അന്ന് രാത്രിയിൽ കൊണ്ടുപോകേണ്ട ആൾക്കാരുടെ ലിസ്റ്റൊക്കെ കാണും. എന്തെങ്കിലും സാഹചര്യത്തിൽ പുള്ളിക്ക് അത് ലിസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ലേ പുള്ളിയുടേതായ ടെൻഷൻ കാണില്ലേ? കാണും. തീർച്ചയായിട്ടും തമ്പുരാൻ്റേതായ ടെൻഷനുണ്ട്. നമുക്ക് നമ്മുടെ ടെൻഷൻ ഇല്ലേ? അപ്പോൾ എല്ലാവർക്കും അവനവൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സ് നിറയെ, ഹൃദയം നിറയെ നിങ്ങൾ തിരമാല അടിക്കുന്ന പോലെയുള്ള സങ്കടങ്ങളും വേദനകളും അടക്കി വെച്ച് മറ്റൊരാളുടെ മുന്നിൽ നിറഞ്ഞ മുഖത്തോടുകൂടി പ്രസൻറ്റ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സങ്കടം ഇല്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ ചിരിച്ച്, തെളിഞ്ഞ മുഖത്തോടെ ചിരിച്ച്, എപ്പോഴും ചിരിച്ച് മുഖത്ത് ആ ഒരു ചിരിയും നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ ചിന്തിച്ചോണം. അവർക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് മനസ്സിൻ്റെ നിയന്ത്രണം പോലും വിട്ടുപോകുന്ന തരത്തിലുള്ള ദുഃഖമുള്ളവരായിരിക്കും അവരൊക്കെ. അപ്പോൾ അവരതിനെ തരണം ചെയ്യുന്ന എങ്ങനെയാണ്? അവരുടെ മനസ്സിനെ നല്ല കല്ലാക്കിക്കൊണ്ട്, മനസ്സിന് ആ ഒരു ധൈര്യം കൊടുത്തുകൊണ്ട്, അവർക്ക് അവരെ നല്ല വിശ്വാസമാണ്. നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് വേണം. എനിക്കത് പറ്റുമെങ്കിൽ എനിക്കത് പറ്റും. തീർച്ചയായിട്ടും മറ്റാർക്കും അതിനെ തടയാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ ഒരു വണ്ടി പോയ പോക്കെൻ്റെ ദൈവമേ 2025 ആഘോഷിക്കണ്ടേ ആ കൊച്ചനാ? ആർക്കറിയാം, എന്തേലും ആട്ടെ. അപ്പോൾ നമുക്ക് വേണ്ട ധൈര്യം നമ്മൾ തന്നെ മനസ്സിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യം. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. പിന്നെ പുതിയ പുതിയ പ്ലാനും പദ്ധതികളും ഒക്കെ ചിലർ ആവിഷ്കരിച്ചിട്ടുണ്ടാവും. 2025 നമ്മളങ്ങ് മലമറിക്കും. ചെടി ഇറക്കണം, ചെടി കച്ചവടം ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രം ഒരാൾ മതി. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് എന്തിനു നിർബന്ധമാണ് ഇല്ലേ? വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടണം നമുക്ക്. അതെന്ത് കാര്യത്തിലായാലും നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ് വീട്ടിൽ നിന്ന്. വീട്ടുകാരെ സംബന്ധിച്ചില്ല നമുക്ക് ചെയ്യാൻ പറ്റുമോ? എത്ര നമുക്ക് ചെയ്യാൻ പറ്റും? പറ്റില്ല. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദർ, എൻ്റെ ചേച്ചിമാർ, എൻ്റെ മക്കൾ, എൻ്റെ ഹസ്ബൻഡ് ഒക്കെ എനിക്ക് വളരെ സപ്പോർട്ടീവാണ് കേട്ടോ. ഏതറ്റം വരെ ചെടി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാലും എൻ്റെ ചേട്ടൻ റെഡിയാണ്. വണ്ടി എടുക്കുക പോയേക്കാന്ന് പറയും. അത്രയ്ക്ക് അവർ സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഇപ്പോൾ എനിക്ക് അതുപോലെ എന്നെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാം എൻ്റെ മകൻ്റെ മദറിലോ. പുള്ളിക്കാരത്തി എന്നെക്കാട്ടിലൊരു ചെടി ഭ്രാന്തി എന്ന് വേണേൽ പറയാം. അത്രയ്ക്കും ചെടി ഇഷ്ടമാണ്. ഓരോ പ്രാവശ്യം പറയും, പുള്ളി റിട്ടയർഡായ ആളാണ് കേട്ടോ. ഓരോ പ്രാവശ്യം പറയും, ഇനി ഞാൻ എന്ത് പ്രശ്നം വന്നാലും ചെടി വാങ്ങിക്കുന്ന പരിപാടിയില്ല എന്ന് പറയും. പക്ഷേ പിന്നത്തെ പ്രാവശ്യം അവിടെ വീട്ടിലോട്ട് ചേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പുതിയൊരു ചെടി കാണും. അപ്പം ചെടി വാങ്ങിച്ചല്ലോ, എന്ത് ചെയ്യണം, പുതിയൊരു ചെടി വാങ്ങി. ഒരു വല്ലാത്തൊരു പ്രാന്താണ് ചെടി എന്ന് പറയും. അതുപോലെ ചെടിയെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്നെ അവർക്ക് നമ്മളൊരു വിശ്വാസമുണ്ട്, നമുക്കത് പറ്റും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. എന്നോട് എപ്പോഴും ഇവിടെ വരുമ്പോൾ ചോദിക്കും, ഈ ചെടിയെല്ലാം ഇങ്ങനെ പെരക്കകത്ത് വെച്ചിട്ട് കണ്ടോണ്ടിരിക്കാനാണോ, ഇത് വിൽക്കുന്നില്ലേ, കൊച്ചെ ഇതെല്ലാം വിൽക്കാൻ പറയും. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ എന്തോ ഹോയ്, അവർക്കൊക്കെ നമ്മളിലുള്ള വിശ്വാസമാണ് നമുക്കത് പറ്റും എന്നുള്ളത്. അപ്പം നമ്മൾ ആ വിശ്വാസം ഉറപ്പായിട്ടും സത്യമാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമുക്കാവുന്നത് ചെയ്ത് മടിയന്മാരാവാതിരിക്കുക. നമുക്കാവുന്നത് ചെയ്ത് കുഞ്ഞു സന്തോഷം കിട്ടുന്നുള്ള ആ സന്തോഷം നമ്മൾ നേടിയെടുക്കണം. നമുക്ക് സന്തോഷം ആരും വീട്ടിൽ കൊണ്ടുതരില്ല. നമ്മളെ ഇച്ചിരി സന്തോഷം ഇത് പൊതിഞ്ഞെടുത്തോ എന്ന് പറയുമോ? നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. അതിലാണ് നമ്മുടെ മിടുക്ക്. കേട്ടല്ലോ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എന്ത് സന്തോഷം ഉണ്ടായിരുന്നേ. പണ്ടത്തെ നമ്മുടെ അപ്പൂപ്പനൊക്കെ പറയുന്നൊരു കഥകളൊക്കെ കേട്ടിട്ടില്ലേ? ഈ 15-16 ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ ആഹാരം പോലും ചിലപ്പോൾ കഴിക്കാൻ കാണില്ല. രാത്രിയിലൊക്കെ ആഹാരമൊന്നും എല്ലാവർക്കും കിട്ടില്ല. പക്ഷേ അവിടെ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്. അവിടുത്തെ ഭിത്തി ഒരു പക്ഷേ ചാണകം തേച്ചതായിരിക്കും, തറ ടൈലില്ലായിരിക്കും, പോകാൻ വണ്ടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ അവിടെ സന്തോഷ സമാധാനമുണ്ട്. ഇന്ന് ആ സ്ഥാനത്ത് ചാണകം വഴിയെ തറയ്ക്ക് പകരം നമുക്ക് ഗ്രാനൈറ്റും മാർബിളും ടൈലും ഒക്കെ ആയി. യാത്ര ചെയ്യാൻ നടന്നു പോയിക്കൊണ്ടുന്ന സ്ഥാനത്ത് നമുക്ക് ഇന്നോവയും നമുക്ക് ഫോർച്യൂണറും ഒക്കെ ആയി. പക്ഷെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് പണ്ടത്തെ രീതിയിൽ ആ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് ടെൻഷനാണ് അല്ലേ? ഒരു ടെൻഷൻ മാറുമ്പോൾ പല കാര്യങ്ങൾക്കും നമുക്കങ്ങ് ടെൻഷനല്ലേ. അതാണ് നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മളെ രക്ഷിക്കാൻ ഈശ്വരൻ വരും എന്നൊരു വിശ്വാസം, ദൈവവിശ്വാസം എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണം. അതൊരു ശക്തി. ഏതിൽ നമ്മൾ വിശ്വസിക്കുന്ന അതിലൊരു ശക്തി നമ്മളെ നയിക്കാൻ ഉറപ്പായിട്ടും ഉണ്ടാവും ഇല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഈശ്വരൻ പലരുടെ രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ വരിക എന്നാണ് പറയുക. എന്താ വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു വെള്ളം മുങ്ങി മരിച്ച ഒരാളുടെ കഥ. വെള്ളം പൊങ്ങി കയറി വരിക. അപ്പോൾ മുറ്റത്ത് വെള്ളം വന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ആൾ പറഞ്ഞു, വാ ഓടി വാ, വെള്ളം കയറുന്നു. ഇല്ലില്ല, ഞാൻ 24 മണിക്കൂറും ദൈവത്തെ വിളിക്കുന്ന ആളാണ്. എന്നെ ദൈവം വന്ന് രക്ഷിക്കുന്നു, നീയൊന്നും ദൈവത്തെ വിളിക്കാത്തതുകൊണ്ട് നീ ഒന്നും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അവർ പോയി. പിന്നെ പെരക്കകത്ത് വെള്ളം കയറിയപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ നമ്മുടെ ചെങ്ങാടം കൊണ്ട് വന്നു. എളുപ്പം കയറി, ചെങ്ങാടത്തിൽ കയറി, വെള്ളം കയറി വരിക, ചത്തു പോവുവേ. ഞാൻ ദൈവത്തെ വിളിക്കുന്ന, നിങ്ങൾ ചത്താലും ഞാൻ ചാവില്ല എന്ന് പറയും. ഒടുവിൽ പെര മുഴുവൻ മുങ്ങി. പെരയുടെ മണ്ടയ്ക്ക് മേളിൽ കയറി നിന്നു. വള്ളത്തേലാൾ വന്നു, ഇനിയും വെള്ളം പൊങ്ങിയാൽ നിങ്ങൾ മരിച്ചു പോവും, വെള്ളത്തിൽ മുങ്ങിച്ചാവും, അതുകൊണ്ട് വള്ളത്തെ കയറാൻ പറയും. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ വരില്ല, ദൈവം നേരിട്ട് വരട്ടെ, എന്നെ രക്ഷിക്കട്ടെ, ഞാൻ ഇത്രയും വിളിക്കുന്നതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് രക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ദൈവം നേരിട്ട് വന്ന് രക്ഷിച്ചാലേ ഞാൻ ഈ മണ്ടയ്ക്കൊന്ന് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരും അങ്ങ് പോയി. ഒടുവിൽ ആശാൻ വെള്ളത്തിൽ മുങ്ങി മറുകയാ. അപ്പോൾ പുള്ളി അങ്ങ് മരിച്ചങ്ങ് മണ്ടയ്ക്ക് ചെന്നപ്പം പുള്ളി ചോദിച്ചു ദൈവത്തിനോട്, എൻ്റെ തമ്പുരാനെ, എന്തൊരു ചതിവാ നിങ്ങളെന്നോട് ചെയ്തത്. 24 മണിക്കൂറും ഞാൻ ദൈവത്തെ വിളിച്ചിട്ടും നിങ്ങൾ എന്നെ ഒന്നും രക്ഷിച്ചില്ലല്ലോ. എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളെ ഈ 24 മണിക്കൂറും വിളിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എടാ മണ്ടച്ചാരെ, നിന്നെ ഞാൻ പലതരത്തിൽ ഞാൻ രക്ഷപ്പെടുത്താൻ വന്നു. പലതരത്തിൽ, പലരുടെ രൂപത്തിൽ, പലരുടെ ഭാവത്തിൽ, പലരുടെ വാക്കിൽ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ വന്നു. പക്ഷേ നീ മണ്ടനാ, നീ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് നീ വന്നില്ല. അതാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ, നമുക്ക് രക്ഷപ്പെട്ടു പോവാൻ പലര് കാരണമാവും. മനസ്സിലായില്ലേ? പലത് കാരണമാകും, പലര് കാരണമാവും. ആ കാരണം വരുമ്പോൾ രക്ഷപ്പെട്ട് കയറി പോവുക. അല്ലാതെ നമുക്കായിട്ടൊരു സമയം അങ്ങനെ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ അങ്ങനൊരു സമയം നമുക്കായിട്ട് വരില്ല കേട്ടോ. അതുകൊണ്ട് കിട്ടുന്ന സമയം അതിൽ പിടിച്ചങ്ങ് കയറിക്കൊള്ളുക. ഓക്കെ? അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു 2025 എല്ലാവർക്കും ആശീർവദിക്കട്ടോ. എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആരും ഓടിച്ചു വിട്ട് പോവരുത്. നമ്മൾ ഈ യമഹയൊക്കെ പണ്ട് പോകുന്നൊരു ശബ്ദമില്ല, അത്ര സ്പീഡിൽ ഇത് ഓടിച്ചുകൊണ്ട് പോവല്ലേ പ്ലീസ് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്താണ് കുഴപ്പം? പ്രത്യേകിച്ച് അതിന് ഒന്നും പൈസയൊന്നും അടയ്ക്കണ്ടല്ലോ.
നിങ്ങൾക്ക് ഒന്ന് ആ സൈഡിലത്തെ ബട്ടണെല്ലാം ഒന്ന് പ്രസ് ചെയ്താൽ പോരെ. ഒന്ന് പ്ലീസ്. ഇത് 2024 ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഞാൻ കേണ് പറയാം നിങ്ങളോട്. കേട്ടോ, ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ദിനത്തോടു കൂടിയ ഒരു 2025 ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. ബൈ.